ഐക്യപ്പെട്ടു. അദ്ദേഹം വാക്കുന്നത് ജുമാക്ക് ശേഷം കെട്ടിപ്പിടിച്ച് കരയുന്ന വാപ്പാരെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പേടിച്ചിരുന്നു ഇവിടെ ഐക്യപ്പെടും. കേസുകൾ പിൻവലിച്ച് സന്തോഷത്തിൽ ഞങ്ങളായി. മഹല്ല് കമ്മിറ്റി ഉണ്ടാക്കി, പള്ളി കമ്മിറ്റി ഉണ്ടാക്കി, ദഅവത്തിൽ വേറെ കമ്മിറ്റി ഉണ്ടാക്കി, എല്ലാം കൊണ്ട് സജീവായി ഖത്തീബുമാരെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി, ലേണിംഗ് ക്ലാസ്സിന് ഞങ്ങൾ ആളെ മാറ്റി, പരിപൂർണമായി സന്തോഷത്തിൽ ഞങ്ങൾ ഐക്യപ്പെട്ടു. ഇപ്പോഴിതാ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഐക്യപ്പെടാൻ പാടില്ല, നിങ്ങൾ പിരിഞ്ഞു പോയണം. സാധു വാപ്പയ്ക്കണ വാക്കെന്നറിയോ? ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞുതരി. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഞങ്ങൾ ഐക്യപ്പെടുത്തിയത്. ഞങ്ങൾ ഐക്യപ്പെട്ട് മനസ്സോട് മനസ്സ് ചേർന്ന് പടച്ചോനോട് അല്ലാഹുവോട് ആത്മാർത്ഥമായി അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിൽ മുസ്ലിമീൻ മുഅ്മിനീൻ മുവഹ്ഹിദീൻ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഐക്യപ്പെട്ട് ഇപ്പോൾ ഇതാ നിങ്ങൾ ചില കാരണങ്ങൾ പറഞ്ഞ് ഭിന്നിക്കാൻ വേണ്ടി പറയുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ദർശനങ്ങളെ സംഘടനാപരമായി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും പരിഹരിക്കും 100% ഇൻഷാ അല്ലാഹ്. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, നമ്മൾ ഒരുപോലെ മുന്നോട്ട് പോകണം. ചെറിയ നമ്മുടെ തീരുമാനം വഴി വളർന്നു വരുന്ന തലമുറകൾ സലാം പറയാൻ മടിക്കുന്ന, പള്ളികളിൽ കയറി ഫിത്നയുണ്ടാക്കുന്ന, മിമ്പറുകളിൽ ഖത്തീബുമാർ പ്രസംഗിക്കുമ്പോ പോലീസുമാർ നിരീക്ഷണത്തിന് വരുന്ന, ലേണിംഗ് ക്ലാസുകൾ തടയാൻ രൂപത്തിൽ അറസ്റ്റ് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം പണ്ടത്തെ പോലെയല്ല. ഇനി വന്നാൽ പള്ളികളാണ് സീൽ വെക്കുക, ബാങ്കുകളാണ് അവസാനിക്കുക, ദഅവത്തുകളാണ് നിൽക്കുക. 4-3 ദിവസത്തെ പ്രഭാഷണ പരമ്പരകൾക്ക് അസ്തമയമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ധീരമായി ആദർശത്തിൽ അടിയുറച്ചു നിന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു. ഒരാൾക്കും പടച്ചതമ്പുരാനപ്പുറത്ത് അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഒരാളെയും ഭയക്കാത്ത മുജാഹിദ് പ്രസ്ഥാനമാണ് ഈ ഇരിക്കുന്ന ഉപ്പമാർ, ഈ ഇരിക്കുന്ന ഉമ്മമാർ, ഈ ഇരിക്കുന്ന യുവാക്കൾ. അവരുടെ മുന്നിലേക്ക് നിങ്ങൾ അറബി എഴുതിയ മുട്ട കൊണ്ടുവന്നാൽ എടുത്തറിയും മുജാഹിദുകൾ. അവർ അക്ഷരമെഴുതിയ തകട് കൊണ്ടുവന്നാൽ എടുത്തറിയും മുജാഹിദുകൾ. ആ മുജാഹിദുകളാണ് ജീവിതത്തിൽ ആദർശബന്ധിതമായി മുന്നോട്ട് പോകുന്നത്. ആ സരണയിൽ ഒന്നിച്ച് ഒന്നായി മുന്നേറുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളെ കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിച്ച് പൂർവ്വശക്തിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ശ്രമം ഉണ്ടാവുക. പറഞ്ഞ വാക്ക് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ തലമുറക്ക് നമ്മൾ ദീന് കൊടുക്കണം. ദീന് കൊടുക്കാൻ പാതകത്തിന് പ്രോഗ്രാമുകൾ നമ്മുടെ മഹല്ലുകളിൽ ചർച്ചയുണ്ടാകണം. നമ്മുടെ വീടുകളിൽ സുബഹിക്ക് എഴുന്നേൽക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഹറാമുകൾ കാണുന്നത് അവസാനിക്കുന്ന, ഒന്നിച്ച് കുടുംബസമേതം ദീനിയായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു നല്ല തലമുറയുണ്ടായാൽ പടച്ചതമ്പുരാൻ നമ്മുടെ മക്കളെ, നമ്മുടെ യുവാക്കളെ സഹാബി വര്യന്മാരെ പോലെ നിഷ്കളങ്കമായ ഹൃദയമുള്ള, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല ഒരു തലമുറയാക്കി മാറ്റിയെടുക്കും. അതിനുവേണ്ടിയുള്ള ശ്രമം ഉണ്ടാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ